അന്തരിക്ക് വന്ദനം ലവ്ലീസ്. DC കോമിക്സ് ലോകത്തെ ഏറ്റവും പ്രശസ്തരായ സൂപ്പർ ഹീറോസിൽ ചിലരായ ഗ്രീൻ ലാൻഡേൺസിന്റെ കഥ പറയുന്ന ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ലാൻഡേൺസ് എന്ന പുത്തൻ സീരീസിന്റെ ആദ്യ എപ്പിസോഡിലൂടെയാണ് നമ്മൾ ഇന്ന് സഞ്ചരിക്കാൻ പോകുന്നത്. തുടക്കം തന്നെ ഒരു ഇതിഹാസത്തിന്റെ വെളിപ്പെടുത്തലാണ്. കഥ ആരംഭിക്കുന്നത് 1996 നടക്കുന്ന ഒരു സംഭവത്തോടെയും. നിങ്ങൾക്കൊന്ന് സങ്കല്പിക്കാൻ കഴിയുമോ? അക്കാലത്തെ ഏറ്റവും പ്രശസ്തമായ 60 മിനിറ്റ്സ് എന്ന TV ഷോയിൽ ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ നടക്കുകയാണ്. ഇതൊരു സാധാരണ ഇൻ്റർവ്യൂ അല്ല കേട്ടോ. ലോകത്താദ്യമായി ഒരു സൂപ്പർ ഹീറോ ജനങ്ങളോട് നേരിട്ട് സംസാരിക്കാൻ വന്നിരിക്കുകയാണ്. അതെ, ഗ്രീൻ ലാൻഡേണായ സാക്ഷാൽ ഹാൽ ജോർദാൻ. വെള്ളച്ചാട്ടമായ വിക്ടോറിയ ഫോൾസിനടുത്തേക്ക് പാഞ്ഞെടുത്ത ഒരു കൂറ്റൻ ഉൽക്കയെ തടഞ്ഞു നിർത്തി ആ പ്രദേശത്തെ മുഴുവൻ വൻ നാശത്തിൽ നിന്നും രക്ഷിച്ചുകൊണ്ടാണ് ഹാൽ ജോർദാൻ താൻ ഒരു സൂപ്പർ ഹീറോ ആണെന്ന കാര്യം ലോകത്തെ ആദ്യമായി അറിയിച്ചത്. അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പബ്ലിക് അപ്പിയറൻസ് ആണിത്. അമേരിക്കയിലെ ഒരുപാട് വീടുകളിൽ ആളുകൾ ശ്വാസം അടക്കി പിടിച്ച് ഈ ഇൻ്റർവ്യൂ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അക്കൂട്ടത്തിൽ ഒരു ചെറിയ കുട്ടിയുമുണ്ട്. അവൻ്റെ പേരാണ് ജോൺ സ്റ്റുവർട്ട്. ഭാവിയിൽ ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഹീറോകളുള്ള ഒരാളെ മാറാൻ പോകുന്ന ജോണിൻ്റെ കുട്ടിക്കാലം. അവൻ തൻ്റെ കുട്ടി സംഘത്തോടൊപ്പം TV സ്ക്രീനിൽ നിന്നും കണ്ണെടുക്കാതെ അങ്ങേറ്റം അത്ഭുതത്തോടെയാണ് ഹാൽ ജോർദാൻ ലോകത്തിന് മുന്നിൽ തന്നെ പരിചയപ്പെടുത്തുന്നത് നോക്കിക്കാണുന്നത്. TV സ്ക്രീനിലൂടെ ലക്ഷക്കണക്കിന് ആളുകളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ഹാൽ ജോർദാൻ പറയുന്ന ആദ്യത്തെ കാര്യം തന്നെ വളരെ ശ്രദ്ധേയമാണ്. ഞാനും നിങ്ങളെപ്പോലെ തന്നെയുള്ള ഒരു സാധാരണ മനുഷ്യരാണ്. അദ്ദേഹം ഊന്നി പറയുന്നു. താൻ അമാനുഷികനോ ദൈവമോ ഒന്നും അല്ലെന്നും പച്ച മാംസവും ചൊരിയുമുള്ള മനുഷ്യനാണെന്നും അദ്ദേഹം ജനങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആ ഷോയുടെ അവതാരക ഹാലിൻ്റെ ഭൂതകാലം പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഹാലിന് വെറും 8 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനും മരിക്കുന്നത്. അതൊരു വലിയ ആഘാതമായിരുന്നു. വലുതായപ്പോൾ തൻ്റെ അച്ഛൻ്റെ പാത പിന്തുടർന്ന് ഹാലും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എയർഫോഴ്സിൽ ചേർന്നു. അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറി മറിയുന്നത്. ഗ്രീൻ ലാൻഡേൺസ് എന്ന് വെച്ചാൽ ആരാണ് എന്ന ആങ്കർ ചോദിക്കുമ്പോൾ ഹാൽ നൽകുന്ന മറുപടി വളരെ രസകരമാണ്. ഞങ്ങൾ ഭൂമിയിലെ പോലീസുകാരെ പോലെയാണ്. ഓരോ പോലീസുകാരനും അവരുടേതായ പെട്രോളിംഗ് ഏരിയ ഉള്ളതുപോലെ ഈ വലിയ ഗാലക്സിയിൽ ഓരോരുത്തർക്കും കാവൽ നിൽക്കാൻ ഓരോ ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട്. ഗാലക്സിയുടെ കാവൽക്കാർ എന്നാണ് അദ്ദേഹം അവരെ വിശേഷിപ്പിക്കുന്നത്. ഈ സമയം ജോണിൻ്റെ വീട്ടിൽ ചെറിയൊരു പരിഭ്രാന്തി നടക്കുകയാണ്. ജോണിൻ്റെ അച്ഛൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു. അച്ഛൻ വരുന്ന കണ്ട് ബാക്കിയുള്ള കുട്ടികളെല്ലാം പേടിച്ച് വിറക്കുകയാണ്. അച്ഛനിത് കണ്ട തങ്ങളെല്ലാവരും വഴക്ക് പറയുമെന്നും ശിക്ഷിക്കുന്നവർക്ക് പേടിയുണ്ട്. എന്നാൽ ജോണിൻ്റെ ശ്രദ്ധ മുഴുവൻ TV-യിലാണ്. ചുറ്റും എന്ത് നടക്കുന്നു എന്നവൻ അറിയുന്നേയില്ല. അപ്പോഴാണ് ഷോയിൽ അവതാരക ഹാലിനോട് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം ചോദിക്കുന്നത്. എങ്ങനെയാണ് താങ്കൾ ഒരു ഗ്രീൻ ലാൻഡേൺ ആയത്? ഈ ചോദ്യം കേട്ടതും ജോൺ TV-യിലേക്ക് കൂടുതലെടുത്തു. ഹാൽ ഒരു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു. അതിന് ഞാൻ ഒരൊറ്റ പരീക്ഷ മാത്രമേ പാസ്സായിട്ടുള്ളൂ. എന്താണ് ആ പരീക്ഷ എന്നെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു. അപ്പോൾ ഹാൽ പറഞ്ഞു, എന്നോട് ചോദിച്ചത് ഒരൊറ്റ ചോദ്യമാണ്, നിനക്ക് ഭയമുണ്ടോ? അതിന് ഹാൽ നൽകിയ മറുപടി ഇല്ല എന്നായിരുന്നു. എന്തുകൊണ്ടാണ് താൻ അങ്ങനെ പറഞ്ഞത് എന്ന് വിശദീകരിക്കുന്നത് കേട്ടാൽ ആരുടെ നെഞ്ചു നൂലയും. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് അവന് ഏറ്റവും വലിയ ഭയം എന്താണെന്ന് വെച്ചാൽ തൻ്റെ അച്ഛനെയോ അമ്മയോ നഷ്ടപ്പെടുമോ എന്നതാണ്. എൻ്റെ 8-ാം വയസ്സിൽ തന്നെ എൻ്റെ അച്ഛൻ മരിച്ചോടെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭയം സംഭവിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഈ ലോകത്ത് ഒന്നിനെയും എനിക്ക് ഭയമില്ല. ഈ വാക്കുകൾ TV-യിൽ മുഴുവൻ കേട്ടതും ജോൺ വേഗം TV ഓഫ് ചെയ്തു. കാരണം അവൻ്റെ അച്ഛൻ ജോൺ സീനിയർ ആ മുറിയിലേക്ക് കടന്നു വന്നിരുന്നു. വളരെ ഗൗരവക്കാരനായ അച്ഛൻ ജോണിനോട് ചോദിച്ചു, ആ TV കണ്ടുകൊണ്ടിരുന്ന ആളുടെ യഥാർത്ഥ പേരെന്താണ്? ഇത് കേട്ട് അച്ഛനെ ഒട്ടും ഭയക്കാതെ ജോൺ പെട്ടെന്ന് മറുപടി പറഞ്ഞു, ഹാൽ ജോർദാൻ. ഇത് കേട്ടതും പട്ടാളക്കാരനായ അച്ഛൻ ജോണിനോട് വീടിന് പുറത്തേക്ക് മുറ്റത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു. അവിടെ നടക്കുന്നത് എന്തെന്നോ? മുറ്റത്ത് ഒരു പഴയ ഷെഡിൻ്റെ ചുവരിൽ ജോൺ പോയി നിൽക്കുന്നു. അവൻ്റെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവുമില്ല. ജോണിൻ്റെ അച്ഛൻ ഒരു ആപ്പിൾ എടുത്ത് ജോണിൻ്റെ തലയ്ക്ക് മുകളിൽ വെക്കുകയാണ്. എന്നിട്ട് ഒരു തോക്കെടുത്ത് അവനെ നേരെ ചൂണ്ടിക്കൊണ്ട് അല്പം മുമ്പ് TV-യിൽ ഹാൽ ജോർദാൻ പറഞ്ഞ അതേ ചോദ്യം ആവർത്തിക്കുന്നു, നിനക്ക് ഭയമുണ്ടോ? ജോൺ വളരെ ശാന്തനായി അച്ഛൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, നോ സാർ. നമ്മൾ വിചാരിക്കും അച്ഛൻ അവനെ വെറുതെ പേടിപ്പിക്കുകയും ചെയ്തതാണെന്ന്. എന്നാൽ നെഞ്ചിടിപ്പ് കൂട്ടിക്കൊണ്ട് ജോൺ സീനിയർ ആ തോക്കിനെ കഞ്ചി വലിച്ചു. വലിയ ശബ്ദത്തോടെ വെടികൊണ്ട പാഞ്ചെന്ന് ജോണിൻ്റെ തലയിരുന്ന ആപ്പിൾ തകർത്ത് തെറിപ്പിച്ചു. ജോൺ ഒന്ന് കണ്ണു ചിമ്മിക്കുക അനങ്ങുക പോലും ചെയ്തില്ല. അതിനുശേഷം വളരെ സ്വാഭാവികമായി ഒന്നും നടക്കാത്തതുപോലെ അച്ഛനും മകനും രാത്രി ഭക്ഷണം കഴിക്കാൻ വീടിനകത്തേക്ക് പോയി. ജോൺ എന്ന ആ ക്യാരക്ടറിൻ്റെ ധൈര്യവും അവൻ്റെ അച്ഛനുമായിട്ടുള്ള സങ്കീർണമായ ബന്ധവും ഈ ഒരൊറ്റ സീനിലൂടെ സംവേദകൻ നമുക്ക് കാണിച്ചു തരികയാണ്. പിന്നീട് കഥ വർഷങ്ങൾക്ക് മുന്നിലേക്ക് സഞ്ചരിക്കുന്നു. കുട്ടിയായിരുന്ന ജോൺ ഇപ്പോൾ നല്ല കരുത്തുറ്റ ഒരു യുവാവായി മാറിയിരിക്കുന്നു. ഒരു ജിമ്മിൽ കഠിനമായ ബോക്സിംഗ് പരിശീലനത്തിലാണ് ജോൺ ഇപ്പോൾ. പെട്ടെന്ന് അവൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. അത് കണ്ട ഉടനെ നേരെ ജിമ്മിൽ നിന്നും പുറത്തേക്ക് നടക്കുകയാണ്. പുറത്തു കാത്തിന്ന് അവരെയും തിരക്കി ഒരു കാർ അവിടേക്ക് വന്നു നിന്നു. കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ സാക്ഷാൽ ഹാൽ ജോർദാൻ. ജോൺ വേഗം കാറിലേക്ക് കയറി. കാർ മുന്നോട്ട് കുതിച്ചു. അവിടെ സംസാരത്തിൽ നിന്നും ജോൺ ഇപ്പോൾ ഹാലിൻ്റെ കീഴിൽ ഗ്രീൻ ലാൻഡേൺ ആകാനുള്ള പരിശീലനം നേടിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹാൽ ജോണിനോട് ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ 2 ആഴ്ചയായി ഞാൻ യാതൊരു വിവരവുമില്ലാതെ മുങ്ങി നടന്നതിലും ഇപ്പോൾ നല്ല ഹാങ് ഓവറോടെ നിന്നെ ട്രെയിൻ ചെയ്യിക്കാൻ വന്നതിലും നിനക്ക് ദേഷ്യമുണ്ടോ?
ഇത് കേട്ട് തനിക്ക് യാതൊരു ദേഷ്യവുമില്ലെന്ന് ജോൺ തീർത്ത് പറയുന്നുണ്ടെങ്കിലും അവൻ്റെ മുഖത്ത് വലിയ നിരാശയുണ്ട്. അപ്പോൾ ഹാൽ ഈ 2 ആഴ്ച എവിടെയായിരുന്നു? അയാൾ ജോണിനോട് ഫാരോൺ 4 എന്ന പേരുള്ള ഒരു ഗ്രഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. താൻ കേട്ടില്ലെന്ന് ജോൺ പറയുന്നു. മാത്രമല്ല തങ്ങളുടെ പരിശീലനം ഇതുവരെ ഭൂമി വിട്ട് പുറത്ത് പോയിട്ടില്ലെന്നും ജോൺ ഓർമ്മിപ്പിക്കുന്നു. ഫാരോൺ 4 എന്ന ഗ്രഹത്തിൽ ഒരു വലിയ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ നിൽക്കുകയായിരുന്നുവെന്നും താൻ അവിടെ പോയി തൻ്റെ നയതന്ത്രം കൊണ്ട് പ്രശ്നങ്ങൾ സംസാരിച്ച് തീർത്ത് സമാധാനം കൊണ്ടുവന്നു എന്നും ഹാൽ പറയുന്നു. എന്നാൽ ഇതൊന്നും ജോണിനെ തൃപ്തിപ്പെടുത്തുന്നില്ല. കാരണം കഴിഞ്ഞ 2 മാസമായി പരിശീലനം തുടങ്ങിയിട്ട് ഇതുവരെ ജോണിൻ്റെ പേരിലേക്ക് ആ മോതിരം ഗ്രീൻ ലാൻഡൻ റിംഗ് ഒന്നണിയാൻ പോലും ഹാൽ അനുവദിച്ചിട്ടില്ല. ഈ പരാതിയായിട്ട് ഹാൽ വളരെ ശാന്തനായ മറുപടി പറയുന്നു. മോതിരം നിന്നെ തിരഞ്ഞെടുക്കുമ്പോൾ മാത്രമേ നിനക്കത് ഔദ്യോഗികമായി അണിയാൻ സാധിക്കൂ. ഇത് കേൾക്കുന്ന ജോണിൻ്റെ സംശയം, ഗ്രീൻ ലാൻഡേൺസിനെ നിയന്ത്രിക്കുന്ന ദ ഗാർഡിയൻസ് തന്നെ തിരഞ്ഞെടുത്തുകൊണ്ടല്ലേ ഇപ്പോൾ ഇവിടെ എത്തിയത്, പിന്നെന്താണ് അങ്ങനെ? ഇതിന് ഹാൽ നൽകുന്ന മറുപടി ജോണിൻ്റെ അഹങ്കാരത്തെ അടിച്ചമർത്തുന്നതായിരുന്നു. ആ വലിയ നീല നിറത്തിലുള്ള ബോസുകൾക്ക് നീ വലിയ സംഭവമാണെന്ന് തോന്നിയിട്ടുണ്ടാകാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നീ വെറും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചർ മാത്രമാണ്. നിനക്കതിനുള്ള യോഗ്യത ഉണ്ടെന്ന് ഈ മോതിരം പറയുന്നവരെ നീ ക്ലാസ് എടുക്കാൻ തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് അർത്ഥം. അങ്ങനെ ഹാലിൻ്റെ പഠിപ്പിക്കുന്ന രീതികൾ എത്രത്തോളം വിചിത്രവും അപകടകരവുമാണെന്ന് നമ്മൾ അടുത്തതായി കാണാൻ പോവുകയാണ്. കാർ വളരെ വേഗത്തിൽ ഒരു മലഞ്ചെരിവിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഹാൽ തൻ്റെ വീട്ടിൽ കിടന്നിരുന്ന പവർ റിംഗ് ഊരി കാറിൻ്റെ ഡാഷ്ബോർഡിലേക്ക് വെച്ചു. എന്നിട്ട് ജോണിനോട് പറഞ്ഞു, കുറച്ച് ദൂരെ ഒരു ടാക്കോ സ്റ്റാൻഡുണ്ട്, ഫുഡ് കോർട്ട് പോലെ. ഞാൻ അവിടെ വെച്ച് നിന്നെ കണ്ടോളാം. ഇത്രയും പറഞ്ഞിട്ട് വേഗത്തിൽ പോയിക്കൊണ്ടിരുന്ന കാറിൻ്റെ ഡോർ തുറന്ന് ഹാൽ പുറത്തേക്ക് ചാടി. ജോൺ ഞെട്ടിപ്പോയി. കാരണം ഡ്രൈവറില്ലാതെ കാറിപ്പോൾ നേരെ ഒരു വലിയ കൊക്കയിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക് ചവിട്ടാനോ സ്റ്റിയറിംഗ് തിരിക്കാനോ സമയമില്ല. കാർ കൊക്കയിലേക്ക് വീഴാൻ തുടങ്ങി. ആരും മുമ്പിൽ ജോൺ തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവസാന നിമിഷം ഡാഷ്ബോർഡിലിരുന്ന ആ മോതിരത്തിലേക്ക് കൈനീട്ടി. അതിവേഗം അതെടുത്ത് കയ്യിലിട്ട് പച്ച വെളിച്ചം വരുന്നതും പിന്നെ നമ്മൾ കാണുന്നത് വലിയൊരു ശബ്ദത്തോടെ കാർ താഴെ പാറക്കൂട്ടങ്ങൾക്കിടയിലേക്ക് ഇടിച്ചു തകർന്ന് പൊട്ടിത്തെറിക്കുന്നതാണ്. കാർ പൂർണ്ണമായും തകർന്നെങ്കിലും ആ മോതിരം ഉപയോഗിച്ച് ജോൺ എങ്ങനെയോ തൻ്റെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട് എന്നുറപ്പാണ്. പക്ഷെ അവരെന്താ ചെയ്തെന്ന് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല. കാർ അപകടത്തിന് ശേഷം ജീവൻ തിരിച്ചിട്ടതിൻ്റെ കിതപ്പോടെ ജോൺ തൻ്റെ അച്ഛനെ ഫോൺ വിളിക്കുകയാണ്. ഹാൽ ചെയ്ത ഈ ഭ്രാന്തൻ പ്രവൃത്തിയെക്കുറിച്ച് അച്ഛനോട് പരാതിപ്പെടുന്നു. എന്നാൽ നമ്മൾ നേരത്തെ കണ്ട ആ കർക്കശക്കാരൻ്റെ അച്ഛൻ ജോണിനോട് യാതൊരു സഹതാപവും കാണിക്കുന്നില്ല. ഇതൊക്കെ ഒരുപക്ഷെ നിന്നെ പരീക്ഷിക്കാൻ വേണ്ടി അയാൾ ചെയ്യുന്നതായിരിക്കും. നിന്റെ ദേഷ്യം നിയന്ത്രിച്ച് സ്വയം അടങ്ങിയിരിക്കുക എന്ന് അച്ഛൻ ഉപദേശിക്കുന്നു. കൂടാതെ നിനക്കിത് ശരിക്കും ആവശ്യമുണ്ടോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ തനിക്ക് ഈ പദവി വേണമെന്ന് ജോൺ ഉറപ്പിച്ച് പറയുന്നുമുണ്ട്. ഫോൺ വെച്ചതിന് ശേഷം ജോണിൻ്റെ വിരലിലെ ആ മോതിരം പതുക്കെ പ്രകാശിക്കാൻ തുടങ്ങി. അവൻ അത്ഭുതത്തോടെ അങ്ങനെ നോക്കി നിൽക്കെ റിങ്ങിൽ നിന്നും പച്ച വെളിച്ചം വരികയും അത് ഹാലിൻ്റെ ഒരു ഹോളോഗ്രാം രൂപമായി മാറുകയും ചെയ്തു. എന്നാൽ ആ ഹാൽ ജോണിനെ കണ്ട് ആകെ ആശയക്കുഴപ്പത്തിലാണ്. ഇപ്പോൾ ജോണിൻ്റെ കയ്യിൽ തന്നെ മോതിരം കണ്ടിട്ട് ഹാൽ ചോദിക്കുന്നു, ഞാൻ മരിച്ചുപോയോ? മുമ്പിൽ നിൽക്കുന്ന ആരാണെന്ന് പോലും അറിയാത്ത ഹാലിനോട് ജോൺ പറയുന്നു, ഞാൻ നിങ്ങളുടെ ട്രെയിനി അല്ലേ? ഇതിട്ട് ഹാലിൻ്റെ ഹോളോഗ്രാം അതിശയത്തോടെ പറയുകയാണ്, അതെങ്ങനെ ശരിയാക്കും? ലാൻഡേൺസിന് അവിടെ സ്വന്തം സെക്ടറിൽ നിന്നും ട്രെയിനുകളെ എടുക്കാൻ പാടില്ലല്ലോ. തുടർന്ന് ഹാൽ ജോണിനോട് ഇപ്പോൾ ഏത് വർഷമാണെന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് ജോൺ പറയുന്നത് ഇത് 2016 ആണെന്ന്. എന്താ നടക്കുന്നത് അറിയാതെ ജോൺ വിഷമിക്കുമ്പോൾ ഹാൽ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. മുമ്പിൽ നിൽക്കുന്ന സത്യം പറഞ്ഞാൽ യഥാർത്ഥ ഹാലല്ല, മോതിരത്തിൻ്റെ ടെക്നോളജിയും ഹാലിൻ്റെ കോൺഷ്യസ്നെസ്സും ചേർത്തുണ്ടാക്കിയ ഒരു ബാക്കപ്പ് കോപ്പിയാണ്. എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഉപയോഗിക്കാൻ വേണ്ടി ലാൻഡേൺസ് എല്ലാ ആഴ്ചയും തങ്ങളുടെ ഓർമ്മകൾ മോതിരത്തിലേക്ക് അപ്ലോഡ് ചെയ്യാറുണ്ട്. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി താനിത് അപ്ലോഡ് ചെയ്തിട്ടില്ല എന്ന സത്യം ഹാലിൻ്റെ ഹോളോഗ്രാം ഞെട്ടലോടെ മനസ്സിലാക്കുന്നു. തൻ്റെ യഥാർത്ഥ രൂപം ഇപ്പോൾ എവിടെയാണെന്ന് ഈ ഹോളോഗ്രാമിന് അറിയില്ല. ഇതെല്ലാം കേട്ട് ദേഷ്യമെന്ന് ജോൺ ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് നൽകാനുള്ളത് എന്ന് വേഗം പറ. അപ്പോൾ ഹോളോഗ്രാം വളരെ നിഗൂഢമായ ഒരു സന്ദേശം നൽകുകയാണ്. നെബ്രാസ്കയിലെ റഷ്വിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആലിപ്പഴം വീഴുന്നുണ്ട്, ഒരു കൊടുവാക്കാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ ഹോളോഗ്രാം അപ്രത്യക്ഷമാകുന്നു. ഇതേ സമയം കുറച്ചു ദൂരെ റോഡരികിൽ ഹാൽ ജോർദാൻ ചില ആരാധകർക്കൊപ്പം സെൽഫി എടുത്ത് നിൽക്കുകയാണ് ആ ടാക്കോ സ്റ്റോറിൻ്റെ അടുത്തായി. അവിടെയുള്ള സംസാരത്തിലൂടെ അദ്ദേഹം കുറച്ചു കാലമായി ഗ്രീൻ ലാൻഡൻ സൂട്ട് ധരിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടേക്ക് ഇങ്ങനെ ഒടുവിൽ ജോൺ നടന്നെത്തുകയാണ്. തന്നെ കൊല്ലാൻ നോക്കിയതിന് ജോൺ ഹാലിനോട് ദേഷ്യപ്പെടുന്നു. അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നീ മോതിരം വെച്ച് എന്താണ് ഉണ്ടാക്കിയത് എന്ന് ഹാൽ ചോദിക്കുമ്പോൾ ജോൺ പറയുകയാണ്, ഞാൻ ചെയ്തത് എന്നെ പൊതിയാനായിട്ട് ഒരു ബബിൾ റാപ്പാണ് ഉണ്ടാക്കിയത്. അതിനുള്ളിലായതുകൊണ്ട് ആ സ്ഫോടനത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ മോതിരം തിരികെ ഹാലിന് നൽകുമ്പോൾ ജോൺ ആ ഹോളോഗ്രാം പറഞ്ഞ മെസ്സേജിനെ കുറിച്ച് പറയുന്നു. നെബ്രാസ്കയിലെ റഷ്വിൽ എന്ന് കേട്ടതും ഹാലിൻ്റെ മുഖഭാവം മാറുന്നു. ഒന്നും പറയാതെ ഹാൽ ആകാശത്തേക്ക് പറന്നങ്ങോട്ട് പോവുകയാണ്, ജോണിനെ അവിടെ തനിച്ചാക്കിക്കൊണ്ട്. ഹാൽ പോയത് നെബ്രാസ്കയിലേക്കാണെന്ന് ഉറപ്പുള്ള ജോൺ വേഗം ഒരു ഫ്ലൈറ്റ് പിടിക്കുകയും അവിടെ എത്തി ഒരു കാർ വാടകയ്ക്കെടുത്ത് റഷ്വില്ലേക്ക് യാത്ര തിരിക്കുകയും ചെയ്യുന്നു. അതൊരു ചെറിയ ഗ്രാമപ്രദേശമാണ്. ജോൺ അങ്ങനെ അവിടേക്ക് എത്തുമ്പോൾ കാണുന്നത് വലിയൊരു പോലീസ് സന്നാഹവും ഒരു ക്രൈം സീനാണ്. ജോൺ അങ്ങനെ കാറിൽ നിന്നിറങ്ങി താൻ ഹാൽ ജോർദാനെ പോലുള്ളതാണെന്ന് പോലീസുകാരോട് പറയുന്നു. ഇത് കേൾക്കുന്ന ഡെപ്യൂട്ടി പോലീസ് അവിടെ ഷെരീഫിനോട് റേഡിയോയിൽ സംസാരിക്കുകയും ജോണിനകത്തേക്ക് കടത്തിവിടുകയും ചെയ്യുന്നു. ആ ക്രൈം സീൻ എന്നുള്ളത് ഒരു ഹൈസ്കൂൾ ഫുട്ബോൾ മൈതാനമായിരുന്നു. എന്നാൽ ഹാൽ ക്രൈം സീനിൽ നിന്ന് മാറി അവിടെ ഗ്യാലറിയിൽ ഇരിക്കുന്നതാണ് ജോൺ കാണുന്നത്. താഴെ മൈതാനത്ത് ഒരു കൂട്ടക്കൊല നടന്നിരിക്കുന്നു. 4 പേർ മരിച്ചു കിടക്കുന്നു. അവിടേക്ക് ആ നാട്ടിലെ ഷെരീഫായ ഷെരീഫ് കെറി വരികയാണ്. അവർ വളരെ കർക്കശക്കാരിയ ഒരു പോലീസ് ഓഫീസറാണ്.
അവർ ഹാലിനോട് വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങൾക്ക് ഇവിടെ ഒരു അധികാരവുമില്ല. നിങ്ങൾ വലിയൊരാളായിരിക്കാം, പക്ഷേ നിങ്ങളുടെ അധികാരം ഭൂമിക്ക് പുറത്തുള്ള എന്തെങ്കിലും ശക്തികൾ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലാണ്. ഇവിടെ നടന്നത് ഭൂമിയിലെ മനുഷ്യരുടെ ഒരു ക്രൈമാണ്. ഇത് കേട്ട് ഹാൽ വളരെ വിചിത്രമായൊരു കാര്യം പറയുന്നു. ഇവിടെ മരിച്ചു കിടക്കുന്നവർ ഏലിയൻസാണ്. എനിക്കിപ്പോൾ തെളിവില്ല, പക്ഷേ അവർ ഏലിയൻസ് തന്നെയാണ്. ഇത് കേട്ട് ഷെരീഫും ജോണും ഒരുപോലെ ഞെട്ടുന്നു. കാരണം കാഴ്ചയിൽ അവർ സാധാരണ മനുഷ്യരെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഹാൽ തൻ്റെ വാദത്തിന് കാരണമായി പറയുന്നത് ഇത്രയും വലിയൊരു കൂട്ടക്കൊലം നടന്നിട്ടും ചുറ്റുമുള്ള ആളുകളുടെ മുഖത്ത് വലിയ സങ്കടമോ ഭയമോ ഇല്ല എന്നതാണ്. അവരെല്ലാം വളരെ ശാന്തരായാണ് പെരുമാറുന്നത്. കാരണം അവർക്ക് മനുഷ്യരുടെ വികാരങ്ങളില്ല. പക്ഷേ ഷെരീഫ് കറി അതൊന്നും വിശ്വസിക്കാൻ തയ്യാറല്ല. ഇതൊരു മനുഷ്യൻ ചെയ്ത കൊലപാതകമാണെന്ന് അവർ വിശ്വസിക്കുന്നു. ഹാലിനോട് വാർത്താ ചാനലുകളുടെ മുന്നിൽ പോയി പ്രശ്നമുണ്ടാക്കരുത് എന്ന് വാണിംഗ് കൊടുത്തിട്ട് അവർ താഴേക്ക് പോകുന്നു. അങ്ങനെ ഹാൽ ജോണിനോട് ക്രൈം സീനൊന്ന് നിരീക്ഷിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഫുട്ബോൾ മത്സരത്തിൽ ഇരു ടീമുകളും തമ്മിലുള്ള വഴക്കാകാം കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് ജോൺ ഊഹിക്കുന്നു. ഷെരീഫിനെ പോലെ തന്നെ ജോണും ഇവിടെ ഏലിയൻസിൻ്റെ സാന്നിധ്യം വിശ്വസിക്കുന്നില്ല. എന്നാൽ ഹാൽ പിന്മാറാൻ തയ്യാറല്ല. നീ ജനിക്കുന്നതിന് മുമ്പേ ഞാൻ ഈ പണി തുടങ്ങിയതാ. എനിക്കൊരു തോന്നൽ വന്നാൽ, ഒരു ഫീലിംഗ് ഉണ്ടായ ആ സത്യമായിരിക്കും എന്ന് ഹാൽ പറയുന്നു. ഇന്നേരം താഴെ ഫുട്ബോൾ മൈതാനത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്ന ഒരു ഹൂഡി ജോൺ ശ്രദ്ധിക്കുന്നു. ഈ കൊലപാതകം നടത്തിയ ആൾ ഇപ്പോഴും ആ മൈതാനത്ത് തന്നെയുണ്ട് എന്ന് ജോൺ പറയുകയാണ്. ആ ഒരാളെ ഹാൽ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് അയാളെ നോട്ടമിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അയാൾ ആൾക്കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അയാളാണ് പ്രതി എന്ന് പറയുകയാണ്. ജോൺ ഉടനെ ചോദിക്കുന്നു, നിങ്ങൾ ഈ കാര്യം ഷെരീഫിനോട് പറഞ്ഞു? കാരണം ലോക്കൽ പോലീസിനെ ബഹുമാനിക്കണം എന്നാണ് ജോണിൻ്റെ പക്ഷം. അവനങ്ങനെ ഷെരീഫിനോട് സംസാരിക്കാൻ താഴേക്ക് പോകുമ്പോൾ ഷെരീഫ് കറി ജോണിൻ്റെ അടുത്തേക്ക് വരുന്നു. അവർ ആ പ്രതിയെ നേരത്തെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ ഓടി രക്ഷപ്പെടാതിരിക്കാൻ വളരെ തന്ത്രപരമായി നീങ്ങുകയായിരുന്നു പോലീസ്. എന്നാൽ ജോണിനെയും ഷെരീഫിനെയും കണ്ടതും പ്രതിക്ക് കാര്യം മനസ്സിലാവുകയും അയാൾ മൈതാനത്തിലൂടെ ഓടാൻ തുടങ്ങുകയും ചെയ്യുന്നു. ജോൺ ഒട്ടും സമയം കളയാതെ അയാൾ പുറകെ ഓടി. വളരെ വേഗത്തിലോടി ജോൺ അയാളെ ഒരു പഞ്ച് കൊടുത്ത് താഴെയിടുന്നു. പിന്നാലെ വന്ന് ഷെരീഫ് കറി അയാളുടെ കയ്യിൽ വിലങ്ങിട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ അന്ന് രാത്രി ഹാലും ജോണും ആ നാട്ടിലെ ഒരു ലോക്കൽ ബാറിലിരിക്കുന്നു. ജോൺ കാണുന്നത് ഹാൽ തൻ്റെ ആ പവർ റിംഗ് ഉപയോഗിച്ചിട്ട് ഒരു $20 കള്ളനോട്ട് ഉണ്ടാക്കി അവിടെയുള്ള ജൂക്ക് ബോക്സിൽ പാട്ട് വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ജോണിന് ഇതുകൊണ്ട് ദേഷ്യം വരുന്നു. അധികാരമുള്ള ഒരു മോതിരം വെച്ച് ഇത്തരം തട്ടിപ്പുരകൾ ചെയ്യുന്നതും കൂടാതെ പ്രതി ഓടിയപ്പോൾ ഹാലയാളെ പിടിക്കാൻ ഒന്നും ചെയ്യാതെ മാറി നിന്നതും ജോൺ ചോദ്യം ചെയ്യുന്നു. ഹാൽ അപ്പോൾ പറയുന്നു, ഈ റിംഗ് എന്നുള്ളത് ഒരു ഭയങ്കര വെപ്പണാണ്. അത് എപ്പോൾ ഉപയോഗിക്കണം, എപ്പോൾ ഉപയോഗിക്കരുത് എന്ന് തീരുമാനിക്കുന്നിടത്താണ് നമ്മുടെ വിജയം. അങ്ങനെ ജോൺ ഹാലിനോട് ആ ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ മോതിരം കിട്ടിയത്? കാരണം ഒരു പരീക്ഷണമില്ലാതെ വെറുതെ ഒരാൾ എന്തായാലും തിരഞ്ഞെടുക്കില്ലല്ലോ എന്നാണ് ജോണിൻ്റെ പക്ഷം. ഹാൽ തൻ്റെ ആ ഒരു ടൈം തുറന്ന് പറയുകയാണ്, താനൊരു ടെസ്റ്റ് പൈലറ്റായി ജോലി ചെയ്യുന്ന കാലം. ഒരു ദിവസം രാത്രി മുറിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ പെട്ടെന്ന് മുറിയെല്ലാം ഒന്ന് വിറയ്ക്കാൻ തുടങ്ങി. കണ്ണു തുറന്ന് നോക്കുമ്പോൾ വലിയൊരു പച്ച നിറത്തിലുള്ള കുമിള തൻ്റെ തലയ്ക്ക് മുകളിലായി നിൽക്കുന്നു. അതിൽ നിന്നും എന്തോ ഒരു ശബ്ദം ചോദിച്ചു, നിനക്ക് ഭയമുണ്ടോ? ഞാനില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കുമിള എന്നെ ജനാലയുടെ വലിച്ചെടുത്ത് ആകാശത്തോടി പറന്നുകൊണ്ടുപോയി. അങ്ങനെ എന്നെ കൊണ്ടുവന്നത് ഇവിടെ നെബ്രാസ്കയിൽ നമ്മളിപ്പോൾ ഇരിക്കുന്നതിന് ഒരു 20 മൈൽ അപ്പുറത്തുള്ള ഒരു സ്ഥലത്തായിരുന്നു. അവിടെ തകർന്നു വീണ ഒരു ബഹിരാകാശ പേടകത്തിൽ മരിക്കാറായ ഒരു ഏലിയനെ ഞാൻ കണ്ടു. അയാളാണ് എനിക്ക് മോതിരം തന്നത്. മോതിരം കയ്യിലിട്ടപ്പോൾ അയാൾ സംസാരിക്കുന്ന ഭാഷ എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങി. ഈ മോതിരം എന്നെ തിരഞ്ഞെടുത്തതാണെന്ന് അയാൾ പറഞ്ഞു. ഗാർഡിയൻസിന് ഭൂമിയിൽ നിന്നും ഒരാൾ ഗ്രീൻലാൻഡിന് ആകുന്നതിനോട് ഒട്ടും താല്പര്യമില്ലായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ആ അന്യഗ്രഹ ജീവിയുടെ വാഹനം ഭൂമിയിൽ തകർന്നു വീണത് ഒരു അപകടമായിരുന്നില്ല എന്നും ഹാൽ വിശ്വസിക്കുന്നു. അവിടെ വേറെന്തൊക്കെയോ വലിയ കളികൾ നടന്നിട്ടുണ്ട്. കൂടാതെ തനിക്ക് വിവരങ്ങൾ നൽകാൻ വേണ്ടി മാത്രമാണ് ആ ഹോളോഗ്രാം സിസ്റ്റം ഉണ്ടാക്കിയെന്നും ഹാൽ പറയുന്നു. ഇതിൻ്റെ ജോൺ അതിൻ്റെ പ്രത്യേകം പേരിടുകയാണ്, ഹാലിൻ്റെ പേര് വെച്ച് ഹാലോഗ്രാം എന്ന്. കൂടാതെ മുന്നേ പറഞ്ഞ ആ ആലിപ്പഴം എന്നത് ഏലിയൻ എന്നുള്ളതിൻ്റെ കോഡ് വാക്കാണെന്നും മനസ്സിലാകുന്നു. പെട്ടെന്ന് ബാറിലിരുന്ന ഒരാൾ ഹാലിനോട് ദേഷ്യപ്പെടുകയാണ്. കാരണം ഹാൽ ജൂക്ക് ബോക്സിൽ ഒരേ പാട്ട് തന്നെ വീണ്ടും വീണ്ടും വെച്ചാണ് അയാൾ ദേഷ്യം പിടിപ്പിച്ചത്. സത്യത്തിൽ ഹാൽ മനഃപൂർവ്വം അവിടെ അടി ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതായിരുന്നു അത്. അറസ്റ്റിലായി ജയിലിൽ പോയാൽ മാത്രമേ അവിടെയുള്ള ആ ഒരു പ്രതിയെ ചോദ്യം ചെയ്യാൻ സാധിക്കൂ എന്ന് ഹാലിനറിയാം. ഹാൽ തന്നെ മോതിരം ജോണിനെ ഏൽപ്പിച്ചിട്ട് അയാളുമായി അടികൂടാൻ പോകുന്നു. അങ്ങനെ ഈ ഒരു സമയത്ത് ബാറിൽ ജോണിൻ്റെ എതിർവശത്തിരുന്ന ഒരു സ്ത്രീ അവനോട് സംസാരിക്കാൻ വരുന്നു. മോതിരം കണ്ടിട്ട് ഇതവിടെ എന്തോ പ്രൊപ്പോസലാണെന്ന് കരുതി അവർ ചോദിക്കുന്നത് നീ യെസ് പറയുമോ എന്നാണ്. ഹാൽ ഒരിക്കലും തനിക്ക് മോതിരം തരില്ല എന്ന് വിശ്വസിക്കുന്ന ജോൺ ഇതും വെറും ഒരു പരീക്ഷണമാണെന്ന് അവളോട് പറയുന്നു. അപ്പോൾ ആ ഒരു സ്ത്രീ ജോണിനെ സ്പേസ് കോപ്പ് എന്ന് വിളിക്കുന്നുണ്ട്. ഗ്രീൻലാൻഡായ ഹാലിൻ്റെ പാർട്ണർ ആയതുകൊണ്ട് ജോണും അതായിരിക്കുമെന്ന് അവർ ഊഹിച്ചതാണ്. എന്തുകൊണ്ടാണ് ഹാൽ ജോണിനെ തിരഞ്ഞെടുത്തത് എന്നവർ ചോദിക്കുമ്പോൾ ഹാലല്ല, തങ്ങളുടെ ബോസുമാരാണ് തന്നെ തിരഞ്ഞെടുത്തതെന്ന് ജോൺ പറയുന്നു. ഭൂമിയിൽ ഒരേ ഒരു ഗ്രീൻലാൻഡ് മാത്രമേ ഉള്ളൂ എന്നും ഹാലിന് എന്തെങ്കിലും സംഭവിച്ചാൽ പകരം ആളാകാനാണ് താൻ പരിശീലിക്കുന്നത് എന്നും ജോൺ അവരുടെ വിശദീകരിക്കുന്നു. ഈ സമയം പോലീസ് വന്ന് ബാറിൽ പ്രശ്നമുണ്ടാക്കിയ ഹാലിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഇരുവരും നോക്കി അങ്ങനെ നിൽക്കുകയാണ്. തുടർന്ന് ആ സ്ത്രീ ജോണിനോട് തൻ്റെ വണ്ടി വരെ ഒന്ന് കൊണ്ടുവിടാമോ എന്ന് ചോദിക്കുന്നു. ജോൺ അവരോടൊപ്പം അവിടെ ട്രക്കിലേക്ക് പോകുന്നു. അങ്ങനെ അവിടെ വെച്ച് അവർ തമ്മിൽ റൊമാൻസിൽ ഏർപ്പെടുന്നു. അതിനുശേഷം അവർക്ക് ഒരു സിഗരറ്റ് എത്തിക്കാൻ വേണ്ടി ജോൺ പവറിംഗ് ഉപയോഗിക്കുന്നു.
പിറ്റേന്ന് രാവിലെ ജോൺ ഹാലിനെ ജാമ്യത്തിലിറക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ ഈ ഹാലിന്റെ പ്ലാൻ എന്താണെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയ ഷെരീഫ് കറി ഹാലിനെ ആ പ്രതിയുടെ കൂടെ സെല്ലിൽ ഇടാതെ ഈ ചൂലുകളൊക്കെ വയ്ക്കുന്ന ഒരു മുറിയിലായിരുന്നു പാതിന് അടച്ചിട്ടത് എന്ന് ജോണോട് പറയുന്നു. മാത്രമല്ല ഒരുപാട് ചാർജുകൾ ചുമത്തി ഹാലിനെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഹാൽ താനൊരു സുപ്രധാന കേസിലെ പ്രതിയെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചതാണെന്ന് ജഡ്ജിയോട് പറയുന്നു. ഏത് ഏജൻസിക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നുള്ള ജഡ്ജിയുടെ ചോദ്യത്തിന് താനൊരു ഗ്രീൻലാൻഡേണാണെന്ന് പറഞ്ഞ് ഹാൽ വീണ്ടും കുഴപ്പത്തിലാവുകയാണ്. അപ്പോഴാണ് ബില്ലി മൈക്കൺ എന്നൊരു വക്കീൽ കോടതിയിലേക്ക് വരുന്നത്. അയാൾ ഹാലിന് വേണ്ടി ഹാജരാവുകയും വലിയൊരു തുക കെട്ടുവെച്ച് ഹാലിന് ജാമ്യം നേടിക്കൊടുക്കുകയും ചെയ്യുന്നു. കോടതിക്ക് പുറത്തിറങ്ങിയപ്പോഴാണ് ജോണും ഹാലും ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ബില്ലി മൈക്കൺ എന്നത് ഷെരീഫ് കെറിയുടെ ഭർത്താവാണ്. ബില്ലിയുടെ അച്ഛനാണ് ഹാലിന് വേണ്ടി ജാമ്യത്തുക നൽകിയത്. പകരം ഹാൽ അദ്ദേഹത്തോടൊപ്പം ഇന്ന് രാത്രി ഭക്ഷണം കഴിക്കാൻ വരണം എന്നൊരു നിബന്ധന ഉണ്ടായിരുന്നു. ഷെരീഫ് കെറിക്ക് ഇതിലൊട്ടും താല്പര്യമില്ലായിരുന്നെങ്കിലും ഹാൽ ആ ക്ഷണം സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അങ്ങനെ അന്ന് വൈകുന്നേരം ജോണും ഹാലും ബില്ലി നൽകിയ അഡ്രസ്സിലേക്ക് പോവുകയാണ്. അതൊരു വലിയ ഗേറ്റ് വെച്ച് പൂട്ടിയ ആയുധധാരികളായ കാവൽക്കാരുള്ള ഒരു വലിയ എസ്റ്റേറ്റ് ആയിരുന്നു. അതൊരു സായുധ സംഘത്തിൻ്റെ താവളമാണെന്ന് അവർക്ക് വേഗം തന്നെ മനസ്സിലായി. അങ്ങനെ വീടിന് മുന്നിലെത്തിയതും ബില്ലിയും കെറിയും ചേർന്ന് അവരുടെ മകനെ ഹാലിനെ പരിചയപ്പെടുത്തുന്നു. ബില്ലി ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാൻ മാറുമ്പോൾ ഹാൽ തന്നെ മോര് ഉപയോഗിച്ച് ഒരു കുപ്പി ബിയർ തുറന്ന് കെറിക്ക് നൽകുകയാണ്. കെറി ഹാലിനൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എൻ്റെ അമ്മയച്ചൻ നിങ്ങൾക്ക് കടപ്പാട് കാണിക്കാൻ പറ്റിയ ആളല്ല. ഇപ്പോഴും സമയം വൈകിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചു പോകാം. എന്നാൽ ഹാൽ അത് ചെവികൊള്ളാതെ വില്യം മാക്കൺ എന്ന പിതാവിനെ കാണാൻ വീടിനകത്തേക്ക് പോകുന്നു. വില്യമിൻ്റെ വീട് വളരെ മനോഹരമാണെന്ന് ഹാൽ പറയുമ്പോൾ അതൊരിക്കലും തൻ്റെ വീടല്ലെന്നും താൻ വെറും ഒരു കെയർ ടേക്കർ മാത്രമാണെന്നും വില്യം പറയുന്നു. തൻ്റെ മുതലാളി ആരാണെന്ന് പറയാൻ കഴിയില്ലെന്നും അയാൾ വ്യക്തമാക്കുന്നു. ഫെഡറൽ ഏജൻസിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാകും തന്നെ ജാമ്യത്തിൽ ഇറക്കിയത് എന്ന് ഹാൽ ഊഹിക്കുമ്പോൾ വില്യം പറയുന്ന കാര്യം അയാളെ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം ഇതിന് സർക്കാരുമായി യാതൊരു ബന്ധവുമില്ല. ഇത് അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അങ്ങനെ സംസാരം പുറത്തേക്ക് നീളുമ്പോൾ വില്യം തൻ്റെ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കുന്നു. നമുക്കെന്തിനാണ് സ്പേസ് സ്കോപ്പുകൾ? പുറത്തെ ലോകം സുരക്ഷിതമാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. ഞാനൊരു ചരിത്ര വിദ്യാർത്ഥിയാണ്. കോളനൈസേഷൻ എന്ന് പറയുന്നത് വളരെ ക്രൂരമായൊരു കാര്യമാണ്, പ്രത്യേകിച്ചും അത് അനുഭവിക്കുന്നവർക്ക്. ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ അതിനെ തടയാൻ വേണ്ടിയുള്ളതാണ്. ജയിലിൽ കിടക്കുന്ന ആ പ്രതി ഒരു അഡ്വാൻസ് ടീമിൻ്റെ ഭാഗമാണെന്ന് താൻ വിശ്വസിക്കുന്നതായി വില്യം പറയുന്നു. ആ പ്രതിയെ ചോദ്യം ചെയ്യാൻ തനിക്ക് അവസരം ഒരുക്കി തരാമെന്ന് വില്യം ഹാലിന് വാക്ക് നൽകുകയാണ്. അതിന് പകരമായി ആൾക്കൊരു പ്രതിഫലം വേണം, പക്ഷെ അതിപ്പോൾ പറയുന്നില്ല. ഇതേസമയം പുറത്ത് ജോൺ കെറിയുടെ മകന് ഫുട്ബോൾ അറിയാൻ പരിശീലനം നൽകുകയായിരുന്നു. കുട്ടിയോട് എന്തെങ്കിലും വിവരങ്ങൾ ചോദിച്ചറിയാൻ ജോൺ ശ്രമിക്കുന്നതിനിടയിൽ കുട്ടി പെട്ടെന്ന് തൻ്റെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടുന്നു. ആ മുത്തശ്ശിയെ കണ്ട ജോൺ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ഇന്നലെ രാത്രി ബാറിൽ വെച്ച് താൻ റൊമാൻസിലേർപ്പെട്ട അതേ സ്ത്രീയായിരുന്നു അത്, സോയി മേക്കൺ, ബില്ലിയുടെ അമ്മ. ജോൺ അവിടെ ചമ്മി അങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ രാത്രിയായി അവരവിടുന്ന് തിരിക്കാൻ തയ്യാറെടുക്കുമ്പോൾ പിറ്റേന്ന് രാവിലെ തന്നെ ജയിലിലെ പ്രതിയെ ചോദ്യം ചെയ്യാൻ കെറി സമ്മതിച്ചിട്ടുണ്ടെന്ന് വില്യം ഹാലിനെ അറിയിക്കുന്നു. ഇതിനിടെ അവിടെ നിന്നും ഇറങ്ങാനും മുമ്പ് ഈ വില്യം ജോണിനെ നോക്കി ഒരർത്ഥം വെച്ചുള്ള സംസാരം നടന്നുണ്ട്. ജോണും സോയും തമ്മിലുള്ള ബന്ധം അയാൾക്കറിയാമെന്ന പോലെയാണ് ആ ഒരു സംസാരം. അങ്ങനെ ഇക്കാര്യം ഹാലിനോട് പറയുമ്പോൾ അയാൾക്ക് ഞെട്ടലും അതിശയവും. വന്നിട്ട് 27 മണിക്കൂറായില്ല, അതിനുമ്പ് ഇത്രയൊക്കെ നടന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ വില്യം വാക്ക് നൽകിയ പോലെ ഹാലിനെ പ്രതിയെ ചോദ്യം ചെയ്യാൻ അവസരം ലഭിക്കുന്നു. ചോദ്യം ചെയ്യൽ മുറിയിലേക്ക് പോകുന്നതിന് മുമ്പ് കെറി പ്രതിയുടെ വിവരങ്ങൾ നൽകുന്നുണ്ട്. അയാളുടെ പേര് വെയിലോൺ സാൻഡേഴ്സ്. കഴിഞ്ഞ 5 വർഷമായി ഇവിടെ ജോലി ചെയ്യുന്ന ഒരു ലോറി ഡ്രൈവറാണ്. അയാളുടെ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയെന്നും ഉള്ളിലെ അവയവങ്ങളെല്ലാം സാധാരണ മനുഷ്യരുടേതുപോലെയാണെന്നും കെറി പറയുന്നു. എന്നാൽ അന്യഗ്രഹ ജീവികൾക്ക് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കാനും മനുഷ്യരെ പോലെ വേഷം മാറാനും എളുപ്പത്തിൽ സാധിക്കുമെന്ന് ഹാൽ പറയുന്നു. ഇതൊന്നും വിശ്വസിക്കാൻ കെറി തയ്യാറല്ല. എന്നാൽ 14ഓളം ടൈപ്പ് ഏലിയൻസിന് മനുഷ്യരെ പോലെ മാറാൻ പല സാങ്കേതികതകളുണ്ടെന്ന് ജോണും പറയുന്നു. ഒടുവിൽ ഹാൽ ആ ഇൻട്രോഗേഷൻ റൂമിലേക്ക് കയറുകയാണ്. ജോണും കെറിയും പുറത്ത് വൺ വേ മിററിലൂടെ ഇത് നോക്കി അങ്ങനെ നിൽക്കുന്നു. ഹാൽ വെയിലിനോട് അയാളുടെ യഥാർത്ഥ നാട് ഏതാണെന്നും എന്തിനാണ് ഫുട്ബോൾ മാച്ച് കാണാൻ പോയതെന്നും ചോദിക്കുന്നു. അയാൾ വളരെ സ്വാഭാവികമായ മറുപടി പറയുന്നു. ഫുട്ബോളിനെ കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും അയാൾ കൃത്യമായ ഉത്തരം പറഞ്ഞു. അപ്പോഴാണ് ഹാൽ പെട്ടെന്ന് ഒരു ട്രിക്ക് ഉപയോഗിക്കുന്നത്. ഹാരി പോട്ടർ എവിടെയാണ് പഠിച്ചത്? ഹാൽ ചോദിച്ചു. വെയിലോൺ പെട്ടെന്ന് ഒരുങ്ങി. താൻ സിനിമയൊന്നും കാണാറില്ലെന്നും പുസ്തകം വായിക്കാറില്ലെന്നും അയാൾ പറഞ്ഞു. ഹാൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മറ്റൊരാളെ അഭിനയിക്കുമ്പോഴുള്ള പ്രധാന പ്രശ്നം ഇതാണ്. നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം കൃത്യമായി പഠിക്കും, ബാക്കി കാര്യങ്ങൾ മറന്നുപോകും. തുടർന്ന് ഹാൽ താനൊരു ഗ്രീൻലാൻഡറാണെന്ന് വെളിപ്പെടുത്തുകയും വെയിലോൺ ഒരു അന്യഗ്രഹ ജീവിയാണെന്ന് തനിക്കറിയാമെന്ന് പറയുകയും ചെയ്തു. ഇതെല്ലാം പുറത്തു നോക്കിക്കാണുന്ന കെറിക്ക് പുച്ഛമാണ്. അവൾ ജോണിനോട് പറയുന്നു, നിനക്ക് ഒട്ടും ബഹുമാനമില്ലാത്ത ഒരാളുടെ കീഴിൽ പഠിക്കുക എന്നത് ബുദ്ധിമുട്ടല്ലേ? എന്നാൽ ജോണിന് അയാളുടെ ബഹുമാനമുണ്ട്. കാരണം ഹാൽ ഒന്നിനെയും ഭയപ്പെടുത്ത ആളാണ്. ഇത് കേൾക്കുന്ന കെറി വളരെ അർത്ഥവത്തായ ഒരു കാര്യം പറയുന്നുണ്ട്. ഹാൽ ഭയമില്ലാത്ത ആളല്ല, അയാൾക്ക് ആരോടും സ്നേഹമില്ല, അയാളെ ആരും സ്നേഹിക്കുന്നുമില്ല. അയാൾ ശരിക്കും വളരെ ഏകാഗിയെ ലോൺലി ആയിട്ടുള്ള ഒരാളാണ്. ഇവിടെ ഈ ഹാലിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള വളരെ കൃത്യമായ ഒരു നിരീക്ഷണമായിരുന്നു അത്. റൂമിനുള്ളിൽ വെയിലോണ്ട മറുപടികൾ ഹാലിൻ്റെ സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുത്തി. ഹാരി പോട്ടർ എന്നതിനപ്പുറം ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും അയാൾക്ക് കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല. നീ ഒരു ഏലിയനാണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞതും പെട്ടെന്ന് വെയിലോണ്ട ഭാവം മാറി. അയാൾ ഹാലിനോട് ചോദിച്ചു, ശരി എങ്കിൽ എങ്ങനെ തന്നെ ഒന്ന് ഊഹിച്ചോളൂ, ഞാൻ ഈ ലോകത്തുള്ള ഒരാളല്ലെങ്കിൽ
വളരെ രഹസ്യമായി ഇവിടെ ഒളിച്ചിരിക്കുകയാണെങ്കിൽ അതിനർത്ഥം എനിക്ക് വളരെ പ്രധാനപ്പെട്ട എന്തോ ലക്ഷ്യമുണ്ടെന്നാണ്. അങ്ങനെയെങ്കിൽ ആ ലക്ഷ്യം ഗാലക്സിയിലെ പോലീസുകാരെ നിങ്ങളിൽ നിന്നും മറച്ചു പിടിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ പിടിക്കപ്പെട്ട സ്ഥിതിക്ക് എൻ്റെ ലക്ഷ്യം പുറത്തറിയാതിരിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും. തുടർന്ന് വെയിലോൺ ഞെട്ടിക്കുന്നൊരു സത്യം വെളിപ്പെടുത്തുന്നു. തൻ്റെ ശരീരത്തിലെ അസ്ഥികളിൽ ഒരു ബയോമെട്രിക് ന്യൂട്രോൺ ഡിവൈസ് ഘടിപ്പിച്ചിട്ടുണ്ട്. ഒരൊറ്റ ചിന്ത കൊണ്ട് തനിക്കതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. അതൊരു ഭയങ്കര ബോംബാണ്. ഹാൽ ഒട്ടും ഭയക്കാതെ പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ അത് പൊട്ടിക്കാം. പക്ഷേ എൻ്റെ മോതിരം വെച്ച് ഈ നഗരത്തെ മുഴുവൻ എനിക്ക് രക്ഷിക്കാൻ കഴിയും. വെയിലോൺ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നീ ഇപ്പോൾ വന്നിട്ട് 48 മണിക്കൂർ കൂടുതലാവുന്നു. നിൻ്റെ മോതിരം റീചാർജ് ചെയ്യാനുള്ള ലാൻഡൺ നിൻ്റെ കയ്യിലുണ്ടോ? എന്നിട്ട് ഹാലിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ഗ്രീൻ ലാൻഡേഴ്സിൻ്റെ സത്യപ്രതിജ്ഞ വെയിലോൺ ഉറക്കെ ചൊല്ലാൻ തുടങ്ങി. ഇതായിട്ട് ഹാലിന് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അയാൾ വെയിലോൺ എടുത്ത് കണ്ണാടിയിലേക്ക് വലിച്ചെറിഞ്ഞു. എന്താണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് ചോദിച്ച് അയാളെ മർദ്ദിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു ബീപ്പ് ശബ്ദം കേൾക്കാൻ തുടങ്ങിയത്. വെയിലോൺ തൻ്റെ ശരീരത്തിലെ ബോംബ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഞാനിവിടെ വന്നത് പ്രതികാരത്തിന് വേണ്ടിയാണ് എന്ന് അയാൾ വിളിച്ചു പറഞ്ഞു. ആ ബീപ്പ് ശബ്ദം കൂടി വന്നു. ഹാൽ വേഗം വെയിലോണെ മുറിയുടെ ഒരു മൂലയ്ക്ക് വലിച്ചെറിയുകയും തൻ്റെ പവർ റിംഗ് ഉപയോഗിച്ച് ഒരു വലിയ ഗ്രീൻ ഷീൽഡ് ഉണ്ടാക്കി ആ സ്ഫോടനത്തെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുകയും ചെയ്തു. വലിയൊരു സ്ഫോടനം നടന്നു. ജയിലിൻ്റെ ഒരു വശം പൂർണ്ണമായും തകർന്നു വീണു. ഹാലിൻ്റെ ആ ഷീൽഡുള്ളതുകൊണ്ട് മാത്രം ആർക്കും പരിക്കേറ്റില്ല. പൊടിപടലങ്ങൾക്കിടയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന ഹാൽ പുറത്തു നിന്ന് ജോണിനെയും കറിയും നോക്കി ഒരു പുച്ഛച്ചിരിയോടെ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ അവൻ്റെ ഏലിയനാണെന്ന്. തൻ്റെ സംശയം ശരിയാണെന്ന് തെളിയിച്ചതിൻ്റെ അഹങ്കാരം ആ ചിരിയിലുണ്ടായിരുന്നു. അങ്ങനെ ഈ സംഭവത്തിന് ശേഷം നമ്മൾ മറ്റൊരു ടൈം ജമ്പിലേക്ക് കടക്കുകയാണ്. 2026 അതായത് 10 വർഷക്കാലം മുന്നോട്ടേക്ക് സഞ്ചരിക്കുകയാണ്. ഇപ്പോൾ മഞ്ഞ് വീണ് കിടക്കുന്ന ഒരന്തരീക്ഷമാണ്. ജോൺ സ്റ്റുവർട്ട് തൻ്റെ കാർ ഓടിച്ച് പഴയ ഹൈസ്കൂൾ ഫുട്ബോൾ മൈതാനത്തേക്ക് വരുന്നു. അവിടെ ജോണിനെയും കാത്ത് ഷെരീഫ് കെറി നിൽപ്പുണ്ടായിരുന്നു. അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. കെറിയുടെ മകൻ നോഹ ഇപ്പോൾ അവിടെയുള്ള ലോക്കൽ ടീമിൻ്റെ ക്വാർട്ടർ ബാക്കായി കളിക്കുന്നുണ്ടെന്ന് അവർ പറയുന്നു. അങ്ങനെ ഈ ചിരിച്ചതിന് ശേഷം പെട്ടെന്ന് ജോണിൻ്റെ മുഖം ഗൗരവമാകുന്നു. അവർ യഥാർത്ഥ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. മറ്റാർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാമോ എന്ന് ചോദിക്കുന്നു. എന്തിനെക്കുറിച്ചാണ് അവർ ചോദിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതിന് കെറിയുടെ മറുപടി, ആ മൈതാനം സൂക്ഷിക്കുന്ന ആൾക്ക് മാത്രമേ ഇതറിയൂ എന്ന്. അങ്ങനെ ഇരുവരും പതിയെ ആ മൈതാനത്തിലൂടെ നടന്ന് ആ പഴയ ഗാലറിയുടെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ എത്തുമ്പോൾ നമ്മൾ കാണുന്നത് അബ്സല്യൂട്ട്ലി ഷോക്കിംഗ് ഒരു കാഴ്ചയാണ്. 10 വർഷം മുമ്പ് വളരെ എനർജറ്റിക്കായി ഇരുന്നിരുന്ന നമ്മുടെ സ്വന്തം ഹാൽ ജോർദാൻ അതേ സ്ഥലത്ത് തന്നെ ഇപ്പോൾ മരവിച്ച് മരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഉണങ്ങിപ്പിടിച്ച ചോരപ്പാടുകളുണ്ട്. ശരീരം മുഴുവൻ മഞ്ഞ് മൂടിയിരിക്കുന്നു. കുറേ ദിവസങ്ങളായി ആ മൃതദേഹം അവിടെ ഇരിക്കുകയാണെന്ന് തോന്നും. വിറയ്ക്കുന്ന കൈകളോടെ ജോൺ ഹാലിൻ്റെ കയ്യിലെ മഞ്ഞ് മാറ്റി നോക്കുന്നു. അവൻ തകർന്നുപോയി. കാരണം ഹാലിൻ്റെ വിരലിൽ ആ പവർ റിംഗ് ഉണ്ടായിരുന്നില്ല. ആരോ ആ മോതിരം ഊരി എടുത്തിരിക്കുന്നു. ജോൺ ഞെട്ടലോടെ നിൽക്കുന്ന ഈ ഒരു ദാരുണമായ കാഴ്ചയിൽ ലാൻഡേൺ സീരീസിൻ്റെ ആവേശകരവും സസ്പെൻസ് നിറഞ്ഞതുമായ ആദ്യ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി വെച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. ആരാണ് ഹാലിനെ കൊന്നത്? ആ മോതിരം എവിടെ പോയി? 2014 നടന്ന സ്ഫോടനത്തിന് ശേഷം ഈ 10 വർഷം പിന്നെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ഇനി നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. വെയിലോൺ പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് പറഞ്ഞ ആ ഒരു വെഞ്ചൻസ് എന്തിനു വേണ്ടിയായിരുന്നു? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം വരും എപ്പിസോഡുകളിൽ നമുക്ക് ലഭിക്കും. സത്യം പറഞ്ഞാൽ DC യൂണിവേഴ്സിൽ നിന്നും വന്നിട്ടുള്ള യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു തുടക്കമാണ് ലാൻഡേഴ്സിൻ്റെ ആദ്യ എപ്പിസോഡ് നൽകിയിരിക്കുന്നത്. ഇവിടെ പറക്കാൻ കഴിയുന്ന സൂപ്പർ ഹീറോയും മാജിക് റിങ്ങും അന്യഗ്രഹ ജീവികളൊക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ കാതൽ എന്ന് പറയുന്നത് വളരെ റിയലിസ്റ്റിക്കായ ഒരു കൊലപാതക അന്വേഷണമാണ്. 3 വ്യത്യസ്ത കാലഘട്ടങ്ങളിലൂടെയാണ് ഈ എപ്പിസോഡ് സഞ്ചരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ മറക്കണ്ട. പുതിയൊരു അധ്യായമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ സീ യു ലവ്ലീസ് ആൻഡ് ടേക്ക് കെയർ.